സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഞാൻ പറയാം. ഒന്ന്, നിലപാടുണ്ടായാൽ മതി. എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി മിനിസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളോട് ഐ എം സോറി ടു സേ, ഞാനും മിനിസ്ട്രിയിലുള്ള ആളാണ്. ഒരു ഗതിയും പല ഗതിയില്ല. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എന്നാൽ അവരായിരിക്കുന്ന ചർച്ചോ അവരായിരിക്കുന്ന സമൂഹമോ സമ്പത്ത് ദൈവത്തിൻ്റെ ആണെന്ന് പഠിപ്പിക്കുകയോ അത് പറയാൻ സമ്മതിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഒരു വശത്ത് അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളെ വന്ന് കാണുകയും അല്ലെങ്കിൽ സമ്പത്ത് യേശു തരുന്നതാണെന്ന് പ്രസംഗിക്കുന്ന ആളുകളുടെ മീറ്റിങ്ങിൽ പോവുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്യും, വിശ്വസിക്കും. ഞാൻ ചില ആളുകളോട് 1-1.5 മണിക്കൂറൊക്കെ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബൈബിളിൽ നിന്ന് വാക്യം എടുത്ത് വെച്ച് ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് കൊടുത്തു. നോക്കി, യേശു സമ്പത്തിനെതിരല്ല, മനോഭാവമാണ് പ്രശ്നം. യേശു എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനാണ്, സാമ്പത്തികമായിട്ട് വളർത്തുന്നവനാണെന്നെല്ലാം ഇതെല്ലാം കേട്ടിട്ട് നന്ദിയൊക്കെ പറഞ്ഞു പോയിട്ട് ഒരു ചർച്ചോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സ്റ്റേജോ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിയുമ്പം പിന്നെ അങ്ങ് അലക്കാണ്. താഴെ നിൽക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പോകരുത്. പ്രോസ്പിരിറ്റി തിയോളജി പഠിപ്പിക്കുന്നിടത്ത് നിങ്ങൾ പോകരുത്. നമ്മൾ പോകേണ്ട നമ്മുടെ വല്യപ്പച്ചന്മാർ ഒന്നുമില്ലാതെ കർത്താവിനെ ആരാധിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ കൊച്ചുമക്കൾ ഇപ്പം ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും സമ്പത്തല്ല നമ്മുടേത്. നമ്മൾ ആരും പറയുന്നില്ല സമ്പത്തല്ല. സമ്പത്തല്ല നമ്മുടേത്. ദരിദ്രനാണെങ്കിലും കടവാണെങ്കിലും അന്ന് തരുന്ന ആഹാരം തരുന്നവനെ വിശ്വസിക്കാനൊക്കെ പറഞ്ഞ് പ്രസംഗം ചെയ്ത് കുറേ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുമെന്ന് പറയുന്ന കുറേ സംഭവങ്ങളെ കുറേ കുറ്റമൊക്കെ പറഞ്ഞ് കയ്യടിയും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ഇങ്ങനെയുള്ള ഒരാളെ വിളിച്ച് പറയണമെന്ന് ഓർത്ത് എൻ്റെ സ്നേഹിതനാണ്, നീ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ശാപവും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണിയും വിളിച്ച് വരുത്തല്ല. എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്, എൻ്റെ ഫ്രണ്ടാണ്. തലേദിവസം വന്ന് ദാരിദ്ര്യവും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കരഞ്ഞു പോയ ആൾ പിറ്റേ ദിവസം സ്റ്റേജ് കിട്ടിയപ്പോൾ നേരെ അങ്ങ് തിരിഞ്ഞിട്ട് പിന്നെ സാമ്പത്തികമായിട്ടോ യേശു തരുമെന്ന് പറയുന്നവരൊക്കെ ഇങ്ങ് പച്ചയ്ക്ക് ആക്ഷേപിക്കുക. ഇങ്ങനെ ചെയ്യരുത്. നിലപാടുണ്ടായാൽ മതി. യേശു സമ്പത്ത് തരുമെന്നും സമ്പത്ത് യേശുവിൻ്റെ ദാനമാണെന്നും ക്രൂശിലെ മരണത്തിൽ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഉണ്ടെന്നും അബ്രഹാമിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടെന്നും വിശ്വസിക്കുകയും അത് തൻ്റെ ഇടത്തോടെ 10 പേരോട് പറയുകയും പ്രസംഗിക്കുകയും ഒന്ന് ചെയ്ത് നോക്കി. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് ഫിനാൻസ് വരും. ഞാൻ ഒരു ഗതിയില്ലാത്ത സമയത്ത് യേശു സമ്പത്ത് തരുമെന്ന് പ്രസംഗിച്ച് തുടങ്ങിയ ആളാണ്, വിശ്വസിച്ച് തുടങ്ങിയ ആളാണ്. ഈ രാജ്യത്ത് പോയപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയതല്ല, അന്ന് തുടങ്ങിയതാണ്. ഇന്ന് ഞാനത് കാണുന്നുണ്ട്. കാരണം ഏറ്റവും എളുപ്പമുള്ള മാർഗം സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ഈ പറയുന്നതാണ്. യേശു സമ്പത്ത് തരുമെന്നൊരു നിലപാടോടെ വിശ്വസിച്ചാൽ മതി. ആൾക്കാരെ കാണുമ്പോൾ പേടിച്ചും വിറച്ചും അവരെന്നാ വിചാരിക്കും ഇവരെന്നാ വിചാരിക്കും ചോദിച്ചുകൊണ്ട് മായം ചേർക്കാതെ തൻ്റെ ഇടത്തോട് ഇത് പറയാൻ പറ്റിയാൽ യു വിൽ സീ മിറക്കിൾസ്. യു വിൽ ഡെഫിനറ്റ്ലി ബി ഫിനാൻഷ്യലി ബ്ലെസ്ഡ് ആയിരിക്കും. ഗോഡ് ബ്ലെസ്.